2026-ലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ എൽ.ഡി.എഫിനെതിരെ ശക്തമായ വികാരമാണ് ജനങ്ങൾ കാഴ്ചവെച്ചത്. ഒരു മണ്ഡലത്തിൽ പോലും വ്യക്തമായ ഭൂരിപക്ഷം നേടാനോ വിജയിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഇടതുപക്ഷത്തിന്റെ പോക്ക്. ആ സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രിയും സി.പി.എം നേതാവുമായ അച്യുതാനന്ദനെ സ്മരിച്ച പോസ്റ്റുമായി സംവിധായകൻ വിനയൻ, വി.എസ്. സഖാവേ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന ഈ പോക്ക് പോയാൽ ഇതൊക്കെ സംഭവിച്ചേക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാണെന്ന് വിനയന്റെ പോസ്റ്റ്. സംവിധായകൻ പങ്കുവച്ച പോസ്റ്റിന് താഴെ നിരവധി പേരാണ് വി.എസിന്റെ ഈ ഘട്ടത്തെ ഓർക്കുന്നത്. വി.എസ് ആയിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും പുത്രി വാത്സല്യവും കോർപ്പറേറ്റ് താൽപര്യവും കുറച്ചുകൂടിപ്പോയി അതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടിയിൽ ജനപിന്തുണ ഉള്ള നേതാവിന് ഇപ്പോൾ ഇല്ലെന്നും എന്നും 10 വർഷം ഭരിച്ചിട്ടല്ലേ തോറ്റത് സാറേ എന്നിങ്ങനെ മറ്റൊരാളുടെ ചോദ്യം. പ്രബുദ്ധ കേരളം നന്മകൾ തിരിച്ചറിയും. പാർട്ടി സെക്രട്ടറിമാരുടെ ഭാര്യയ്ക്ക് മാത്രം മത്സരിക്കാനുള്ളതാ ഈ പാർട്ടി എന്ന് ജനം മനസ്സിലാക്കി കൊടുത്തു. വി.എസ് നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് അഭിപ്രായങ്ങൾ. വ്യക്തിയല്ല പാർട്ടിയെന്ന് പറഞ്ഞ് വി.എസിനെ ശംഖുമുഖം സമ്മേളനത്തിൽ അധിക്ഷേപിച്ചിരുത്തി പൊരിച്ച ആളെ കേരളം മുഴുവൻ സ്വന്തം മുഖം വെച്ച് കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ എന്തൊക്കെ പ്രഹസനമായിരുന്നു ഇവിടെ നടത്തിയത്. യഥാർത്ഥ കുലംകുത്തി കറകളഞ്ഞ നികൃഷ്ടജീവി, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഗുണ്ട, ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും പാടില്ലാത്ത വൈരാഗ്യബുദ്ധിക്കാരനും അഴിമതിക്കാരനും കാട്ടാളൻ്റെ ആൾരൂപവും, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവൻ ഉമ്മൻചാണ്ടി എന്ന നീതിമാനായ മനുഷ്യനെ വേട്ടയാടി കൊന്നവൻ, ഒടുവിലിതാ അനിവാര്യ പതനത്തിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്നുകൊണ്ടിരുന്ന അഴിമതി ഓരോന്നായി പുറത്തുവരാൻ കാലമായിരിക്കുന്നു എന്ന് കമന്റുകൾ. അതേസമയം പിണറായി സർക്കാരിനെ പ്രതികരിച്ചും ചിലർ എത്തുന്നുണ്ട്. ഈ സർക്കാരിന്റെ കാലത്തായിരുന്നു ഏറ്റവും കൂടുതൽ വികസനമുണ്ടായത്. പാർട്ടി തിരിച്ചുവരും എന്ന് ചിലർ പ്രഖ്യാപിച്ചു. ഇതിനിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ച് പോസ്റ്റുമായി മുൻ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിലും എത്തി.